Hello guys, welcome back to Naira's World. So if you turn 18, എന്തായാലും നിങ്ങൾ വീഡിയോ സേവ് ചെയ്ത് വെച്ചേക്കണം. കാരണം ഞാനും കുറേ തപ്പി പിന്നെയാണ് ഞാൻ ഓർത്ത് ഇത് ആവശ്യമുള്ള കുറേ പേരുണ്ട്. സോ എന്തായാലും അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം. ഉണ്ടായിട്ട് ചെയ്യുന്ന വീഡിയോ അല്ല, ബട്ട് 18 ആയി ഒരു 6 months കഴിഞ്ഞ ഒരു കുട്ടിയെന്ന് വെച്ചിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വെച്ചു. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ കറക്റ്റ് അപ്പോൾ എടുക്കേണ്ടത്, പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ കയ്യിലെടുത്ത് കോളേജിന് അഡ്മിഷന് വേണ്ടിയിട്ടൊക്കെ വേണ്ടത്. ഭയങ്കര ഡീറ്റെയിലൊന്നും എല്ലാം ഒന്നും എനിക്കറിയത്തില്ല, ബട്ട് എനിക്കറിയാമെന്നുള്ള എന്തായാലും ഞാൻ പറഞ്ഞുതരാം. വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ 18 ആവുന്നതിന് 1 month 2 months ബാക്ക് ഞാൻ എൻ്റെ ആധാർ കാർഡ് പുതുക്കിയിരുന്നു. ബട്ട് അത് പോരാ, നിങ്ങൾ 18 ആയിട്ട് എന്തായാലും 18 നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് 18 ആയിട്ട് എന്തായാലും നിങ്ങൾ ഒന്നുകൂടെ കൊണ്ടുപോയി കൊടുക്കണം. ഒരു മാസം മുമ്പ് ഒരാഴ്ച മുമ്പ് പുതുക്കിയിട്ട് കാര്യം എന്തായാലും 18 ആയിട്ട് ആധാർ കാർഡ് പുതുക്കിയിരിക്കണം. പുതുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ഫോൺ നമ്പർ. നിങ്ങൾക്ക് പുതിയ നമ്പറൊക്കെ കാണുമല്ലോ, അപ്പോൾ നിങ്ങൾ ഇനി കുറേയൊക്കെ ഇൻഡിപെൻഡൻ്റ് അല്ലേ, നിങ്ങളുടെ ഫോൺ നമ്പറിലോട്ടുകൂടി ചേഞ്ച് ചെയ്യാനായിട്ട് നോക്കണം. ഫോൺ നമ്പർ ചേഞ്ച് ചെയ്ത് ആധാർ കൊടുക്കുക, അതാണ് ഫസ്റ്റ്. ആദ്യത്തെ ഒരാഴ്ച കഴിയുമ്പോൾ ചെയ്ത് വെച്ചാൽ പിന്നെ വലിയ ഇഷ്യൂസ് പാൻ കാർഡ് ഇതുപോലെ ആധാർ കാർഡ് കൂടി ഇമ്പോർട്ടൻ്റ്. ചിലർ വിചാരിക്കുന്നു പാൻ കാർഡ് തിരക്കിനാണെന്ന് വിചാരിച്ചു ഭയങ്കര ആവശ്യമുള്ള എടുത്ത് വെച്ചിരിക്കുക. ആൻഡ് ആധാർ പോലെ ഞാൻ ലാൻഡ് ചെയ്യാൻ എടുത്തപ്പോൾ ഞാൻ കാർഡിന് അപ്ലൈ ചെയ്ത് കാർഡിന് അപ്ലൈ ചെയ്താണ് ഞാൻ കാർഡ് അക്കൗണ്ട് തുടങ്ങുക. അക്കൗണ്ട് തുടങ്ങുന്നതിൻ്റെ കൂടെ പാസ്ബുക്ക് നിങ്ങൾക്ക് കിട്ടും. പാസ്ബുക്ക് ചോദിച്ച് മേടിക്കുക. ഓക്കെ, ചില പാരൻസ് മിക്കവാറും അക്കൗണ്ട് തുടങ്ങിയിരിക്കും പിള്ളേർക്ക് വേണ്ടി. എനിക്ക് അമ്മ പണ്ടേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തത് ബാങ്കിൽ പോയിട്ട് ആ അക്കൗണ്ട് എൻ്റെ പേരിലാണ്, ബട്ട് എൻ്റെ നമ്പറൊക്കെ കൊടുത്ത് മാറ്റി എനിക്ക് ജിപേ എടുക്കാവുന്ന സാഹചര്യമൊക്കെ ആക്കി. പിന്നെ ATM കാർഡും കൂടി ഞാൻ അപ്ലൈ ചെയ്തു. അതും വീട്ടിൽ വന്നിട്ട് കുറച്ചായതേ ഉള്ളൂ. പിന്നെ ഞാൻ പോയി പിന്നൊക്കെ ജനറേറ്റ് ചെയ്തു, ജിപേ ഒക്കെ എടുത്തു, ഇപ്പോൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ATM കാർഡ്. അക്കൗണ്ട് തുടങ്ങുക. ഇല്ലാത്തവർ അക്കൗണ്ട് തുടങ്ങുക, ഉള്ളവരാണെങ്കിൽ അത് പോയിട്ട് നിങ്ങളുടെ പേരിലൊക്കെ ആക്കുക. മാതിരി കാര്യങ്ങൾ. അടുത്തതാണ് വോട്ടേഴ്സ് ID. വോട്ടേഴ്സ് ID കാണിച്ചു തരാൻ എൻ്റെ ഇല്ല. ശരിക്കും പറഞ്ഞു ഞാൻ വോട്ടേഴ്സ് ID എടുത്തില്ല. എനിക്ക് ഏപ്രിലിൽ വോട്ട് ചെയ്യാമായിരുന്നു, പക്ഷേ വോട്ടേഴ്സ് ID ഇല്ലാത്ത കാരണം എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇനി എന്തായാലും എത്ര വർഷം കഴിഞ്ഞിട്ടാണ് എന്തോ അല്ലേ വരുന്നുള്ളൂ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എടുക്കും. ഞാൻ എന്തായാലും ഉടനെ എടുക്കും. സോ ഉടനെ എടുക്കാത്തതിൻ്റെ കാരണം മെയിനായിട്ട് ഞാൻ ഫസ്റ്റ് ഞാൻ പോയപ്പോഴത്തേക്ക് പറഞ്ഞു എന്തൊക്കെയോ വേണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇല്ലായിരുന്നു. സെക്കൻഡ്, ഞാൻ അച്ഛൻ്റെ വോട്ടേഴ്സ് ID കൊണ്ടുപോയപ്പോൾ പറഞ്ഞു അച്ഛൻ്റെ വീട്ടിലവിടെ, അപ്പോൾ എനിക്ക് അവിടെ കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് അവിടെ പറ്റില്ല, എനിക്ക് ഇവിടെ തന്നെ വേണം. അതുകൊണ്ട് ഇനി അമ്മയുടേത് കണ്ടുപിടിച്ച് ഞാൻ കൊണ്ടുപോയി കൊടുക്കണം. അമ്മയുടേത് എവിടെയാണെന്ന് നമുക്ക് ഇങ്ങനെ അറിയത്തില്ല. അതാണ് മെയിൻ ഇഷ്യൂ. അപ്പോൾ വോട്ടേഴ്സ് ID ഇത്രയും കഴിഞ്ഞിട്ട് അടുത്ത കാര്യമാണ്, അതും കാണിച്ചു തരാൻ എന്തെങ്കിലില്ല, ഞാൻ പറഞ്ഞു തരാം. ഡ്രൈവിംഗ് ലൈസൻസ്. ഇത് ഞാൻ ഡ്രൈവിംഗ് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഐഡൻറ്റി കാർഡാണ്. വലിയ ക്ലാസ്സൊന്നും ആയില്ല. ഞാൻ വിത്ത് ഗിയർ കാറും ബൈക്കുമാണ് എടുക്കുന്നത്. ഇനിയിപ്പം എത്ര ക്ലാസ്, 5 ക്ലാസ് ആയിട്ടേ ഉള്ളൂ, പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. ലേണേഴ്സ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എടുക്കാവുന്നുള്ളൂ. പരിവാഹൻ സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ടെസ്റ്റ് എഴുതി എടുക്കാം, അല്ലെങ്കിൽ ഒരു ഡേറ്റ് ബുക്ക് ചെയ്ത് നിങ്ങൾ RTO ഓഫീസിൽ പോയിട്ട് എഴുതിയെടുക്കാം. ഇതെൻ്റെ ലേണേഴ്സിൻ്റെ ഇതാണ് കേട്ടോ, ഫിൽറ്ററാണ്. എൻ്റെ ലേണേഴ്സിൻ്റെ സാധനമാണ്. അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഏജ് പ്രൂഫ്, ലൈക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ്, ടെസ്റ്റ് സർട്ടിഫിക്കറ്റ്. ടെസ്റ്റ് ചെയ്യണം കേട്ടോ. ഇതാണ് എൻ്റെ ടെസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ്. ടെസ്റ്റ് നിങ്ങൾ കൊടുത്ത് എവിടെയെങ്കിലും ചെയ്താൽ മതി. അത് ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ലേണേഴ്സ് ഞാൻ സ്വന്തമായിട്ട് എടുത്തിട്ട് ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ജോയിൻ ചെയ്ത് ലൈസൻസ് മാത്രം എടുക്കും. പഠിച്ച് ലൈസൻസ് എടുക്കാൻ മാത്രം. ലേണേഴ്സൊക്കെ ഞാൻ സ്വന്തമായിട്ട് തന്നെ പോയി സ്വന്തമായിട്ട് തന്നെ എടുത്തു. പിന്നെ എൻ്റെ ഒരു PDF ഉണ്ട്, ഒരു 400 സംതിങ് ക്വസ്റ്റ്യൻസ് ഉള്ള. ഞാൻ ജസ്റ്റ് അതൊന്ന് വായിച്ചിട്ട് പോയാണ് ഞാൻ ലേണേഴ്സ് എഴുതിയെടുത്തത്. പ്രത്യേകിച്ച് ബുക്കൊക്കെ മേടിച്ച് പഠിക്കുന്നവരുണ്ട്, ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. സോ ഇതാണ് ഇത്രയാണ് 18 ആയ ഉടനെ നമ്മൾ എടുക്കാനുള്ള സാധനങ്ങൾ. ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇത്രയാണ്. ഇനി ബാക്കിയുള്ളത് നമുക്ക് എക്സാം അപ്ലൈ ചെയ്യാൻ സമയത്ത്
കീം, കുസാറ്റ്, ക്വിറ്റ് അങ്ങനെ കുറേ ഉണ്ടല്ലോ. അപ്പോൾ എക്സാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഇതെല്ലാം. സീരിയസ്ലി പറഞ്ഞാൽ നിങ്ങളുടെ അച്ഛനും അമ്മേൻ്റെ നിന്നും എല്ലാം ഇതൊക്കെ മേടിച്ച് നിങ്ങൾ തന്നെ ഒരു ഫയലിനകത്ത് വെച്ചിട്ട് ഞാൻ കാണിച്ചാലും ഗസ്, ഞാൻ ഈ ഫയലിലാണ് ഞാൻ എല്ലാം വെച്ചിരിക്കുന്നത്. ഇതെല്ലാം വാങ്ങിച്ച് നിങ്ങളെ വെച്ച് നിന്നാൽ അത്രയും എളുപ്പമുണ്ട്. ഇപ്പം ഞാൻ ഉള്ളതുകൊണ്ട് പറയാം. പിന്നെ ഒരു സാധനത്തിന് നിങ്ങൾ പോകുമ്പോഴത്തേക്ക് വേറെ ഇപ്പം ആധാർ കാർഡ് അത് മാത്രം എടുത്തുകൊണ്ട് പോവാതെ നിങ്ങൾ ഈ ഫയലൂടെ തന്നെ എടുത്തുകൊണ്ട് പോവുക. അപ്പോൾ ഒന്നും നഷ്ടപ്പെടില്ല. പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ അതിനുള്ള സാധനം നമ്മുടെ കയ്യിൽ കാണുകയും ചെയ്യും. ഓക്കെ, അതാണ് മെയിൻ തിങ്. പിന്നെ വേണ്ടത് കുറച്ച് പാസ്പോർട്ട് സൈസ് ഫോട്ടോ. നിങ്ങൾ നല്ല വൃത്തിക്ക് പോയി കുളിച്ച് ഒരുങ്ങി പോയി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കുറേ പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു ഈ ഫോട്ടോ ഉണ്ടോ, ഇത് ഞാൻ എടുത്തതാണ്, ഇത് കുളിച്ചൊരുങ്ങിയൊക്കെ പോയി എടുത്തതാണ്. പക്ഷെ ഇത് ശരിക്കും ഇത് നല്ലൊരു ഫോട്ടോ അല്ല ഗൈസ്. കാരണം എൻ്റെ മുടി ഫ്രണ്ടിലാണ്, അവരത് പറഞ്ഞു തന്നില്ല മുടി എടുത്ത് ബാക്ക് ചെയ്ത്. നമ്മൾ എക്സാമിനൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഫോട്ടോ ചിലപ്പം റിജക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഡ്രൈവിങ്ങിന് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ റിജക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം കറക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് തന്നെ പോയി എടുക്കാൻ നോക്കുക. അതിന് കുറച്ചൊരു 10-20 എണ്ണമെങ്കിലും മിനിമം എടുത്ത് വെച്ചേക്കുക. പിന്നെ ഇതൊന്ന് ഫോണിലും കൂടെ അയച്ചു തരാൻ പറയാം, കാരണം നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനൊക്കെ ആവശ്യം വരും ഫോട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾ സാധാ കുറേ ഡോക്യുമെൻറ്റ്സാണ്. ഒന്ന് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് 2 കോപ്പി. പിന്നെ വന്നിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ്. ഇതൊക്കെ നിങ്ങൾ തന്നെ വെച്ചേക്കണേ കേട്ടോ. ഇതൊക്കെ എടുത്ത് കയ്യിൽ എപ്പോഴും വെച്ചേക്കണം. പിന്നെ നോൺ ക്രിമിലിയർ സാധനം ഉണ്ടല്ലോ, നിങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് ഇത് വില്ലേജ് ഓഫീസിൽ ചെന്നാലൊക്കെ കിട്ടും, അതുകൂടെ ഒന്ന് എടുത്ത് വെച്ചേക്കുക. പിന്നെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ ഞാൻ എക്സാമിന് അപ്ലോഡ് ചെയ്യാൻ ശരിക്കും കീമിന് അപ്ലോഡ് ചെയ്യാൻ ഞാൻ എടുത്ത സാധനങ്ങളാണ്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. പിന്നെ ഇപ്പോൾ +2 പഠിക്കുമായിരിക്കുമല്ലോ നിങ്ങൾ, അല്ലെങ്കിൽ +2 കഴിഞ്ഞാണല്ലോ. +2ൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ല എൻ്റെ കയ്യിൽ കാണിക്കാൻ. +2ൻ്റെ സർട്ടിഫിക്കറ്റ് വന്നില്ല. 10ൻ്റെ സർട്ടിഫിക്കറ്റ്, മാർക്കൊന്നും പറയില്ല. 10ൻ്റെ സർട്ടിഫിക്കറ്റ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഞാൻ നേറ്റിവിറ്റിക്കും ഒക്കെ പോയപ്പോൾ അവർ 10ൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ചോദിച്ചു. എനിക്ക് അറിഞ്ഞുകൂടെ എന്തിനാണെന്ന്. ബട്ട് 3 സാധനങ്ങൾ, ഇത് 3 ഹോൾ ടിക്കറ്റ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ. നിങ്ങൾ എല്ലാ ലൈക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൻ്റെ എക്സാംസ് എഴുതുമ്പോൾ JEE അതുപോലെയൊക്കെ എഴുതുമ്പോൾ അവർ ഹോൾ ടിക്കറ്റ് മേടിക്കും. അല്ലാതെ കേരള യൂണിവേഴ്സിറ്റി, കീം, ലൈക്ക് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ എക്സാംസ്, കുസാറ്റൊക്കെ എഴുതുമ്പം അവർ ഹോൾ ടിക്കറ്റ് മേടിക്കില്ല. ഈ ഹോൾ ടിക്കറ്റ് നിങ്ങൾ വെച്ചേക്കണം. ഇത് കളയരുത്. വെച്ചിരുന്നെന്ന് പറഞ്ഞാൽ നഷ്ടമൊന്നുമില്ലല്ലോ ഗൈസ്. അപ്പോൾ എന്തായാലും കളയാതിരിക്കുക. കാരണം ചില കോളേജിൽ നമ്മൾ കയറുമ്പോൾ ഇത് അറ്റൻഡ് ചെയ്ത് ഹോൾ ടിക്കറ്റ് ചോദിക്കുന്നുണ്ട്. ഞാനത് കുറച്ച് ഫ്രണ്ട്സ് പറയുന്നത് കേട്ടു, അതാണ് ഞാനിത് വെച്ചേക്കുന്നത്. കളഞ്ഞിട്ടില്ല, വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് അഡ്മിഷനൊക്കെ കിട്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കളയാം. സോ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറഞ്ഞ ലോട്ടസ് സൈഡ് എനിക്ക് കിട്ടിയിട്ടില്ല, അത് മാത്രമേ എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. വേറെ എല്ലാം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബാക്കിയെല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതൊക്കെ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ നിങ്ങൾ തന്നെ നിങ്ങളുടെ കാര്യം നോക്കി ആദ്യം നിങ്ങൾ തന്നെ എടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഞാനിപ്പം 18 ആയപ്പോൾ ഞാൻ അവരെ സാധനങ്ങളൊക്കെ മേടിച്ച് ഞാൻ തന്നെ ഒരു ഫയൽ വെച്ചു. അപ്പം എൻ്റെ സാധനങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. എന്താവശ്യം വന്നാലും ഞാൻ തന്നെ ഇതിൽ നിന്ന് എടുത്ത് കൊടുക്കും. അപ്പം ആ ഒരിതുണ്ട്. പിന്നെ അടുത്ത് ഞാൻ മറന്നേ പോയി, പാസ്പോർട്ട് വേണം. പാസ്പോർട്ട് ഇപ്പം വേണം എന്നുള്ളവർക്ക് അത് എടുത്ത് വെക്കാം. അതും നേരത്തെ എടുത്ത് വെക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നല്ലത്. പാസ്പോർട്ട് നേരത്തെ എടുത്ത് വെക്കുന്നതാണ് നല്ലത്. കാരണം ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യമൊന്നും പറഞ്ഞില്ല, എവിടെ പോകണം അങ്ങനെ. നേരത്തെ എടുത്ത് വയ്ക്കുന്ന എൻ്റെ എല്ലാ സാധനം എനിക്കൊന്ന് 1500 രൂപ സംതിങ് കൊടുത്താൽ നമുക്ക് ഓൺലൈൻ വഴി തന്നെ അത് ചെയ്യാൻ പറ്റും. സോ അത് ആവശ്യമുള്ളവർ അതുകൂടെ എടുത്ത് വെക്കുക കേട്ടോ. സോ ഇത്രയൊക്കെ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അതൊക്കെയാണ് മെയിൻ സാധനങ്ങൾ. സോ 18 ആയ എല്ലാവർക്കും നല്ലൊരു ജീവിതം ഞാൻ ആശംസിക്കുന്നു. സോ ഗൈസ്, താങ്ക് യു ഫോർ ലിസണിങ് ടു ദിസ് വീഡിയോ. ഇത് കണ്ടതിന് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. യൂസ്ഫുൾ ആയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറച്ച് യൂസ്ഫുൾ വീഡിയോസ് ചെയ്യണമെന്ന് എനിക്കുണ്ട്. അപ്പം ഇതൊക്കെ യൂസ്ഫുൾ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, സോ ബൈ. ടാറ്റാ. അടുത്ത വീഡിയോയിൽ കാണാം.